നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. RRB ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തു. ഇപ്പൊ അതിന്റെ കറക്ഷൻ വിൻഡോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഇനിയും പഠനം ഇങ്ങനെ കൃത്യമാക്കി അടിപൊളിയാക്കി കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മുൻവർഷ കട്ട് ഓഫ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി ഏത് തരത്തിലേക്ക് നിങ്ങളുടെ പഠനത്തെ കൊണ്ടുപോകണം എന്നുള്ളൊരു ചോദ്യം അത് വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ റിയാലിറ്റി എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ പഠനത്തിന് ഫോഴ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മുൻവർഷ കട്ട് ഓഫ് എത്രയാണ്, 2019, 22 ഈ ഒരു സമയങ്ങളിലൊക്കെ നടന്നിട്ടുള്ള RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ഈ ഒരു എക്സാമിന് 2025 നടക്കാൻ പോകുന്ന RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷന് നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിയാൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്കലിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കഴിയും, സേഫ് സ്കോർ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു അടിപൊളി സെഷനിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ ഈ ഒരു എക്സാമിനേഷന്റെ 2019 കട്ട് ഓഫ് പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെന്നൈ, കൽക്കട്ട, മുംബൈ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന കൊൽക്കത്ത, മുംബൈ പോലെയുള്ള RRBകളും അതിനോടൊപ്പം തന്നെ ചെന്നൈ RRBയും കൂടിയാണ് പരിശോധിക്കുക. എല്ലാവരും ഓർക്കുക, അപ്ലൈ ചെയ്തവരാണ് നിങ്ങൾക്ക് അറിയാം, RRB ട്രിവാൻഡ്രത്തിന് എന്തില്ല, ഈ ഒരു സോണിൽ വരില്ല. സദേൺ സോൺ മുഴുവനായിട്ടാണ് വരിക, RRB ചെന്നൈയിലാണ് വരിക. ഓക്കെയാണ്. നമ്മൾ 2019 കട്ട് ഓഫ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2019 ചെന്നൈയുടെ കട്ട് ഓഫ് എത്രയാണ്? കമ്മ്യൂണിറ്റി UR നോക്കുകയാണെങ്കിൽ, അൺറിസർവ്ഡ് നോക്കുകയാണെങ്കിൽ, അതായത് ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 71.53 കട്ട് ഓഫ്. 71.53. നമുക്ക് ഏതാണ്ട് ഒരു 71നും 72 ആ ഒരു റേഞ്ചിലേക്ക് കട്ട് ഓഫ് വന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ OBC 68 ആയിരുന്നു, SC 61 ആയിരുന്നു, ST 55 ആയിരുന്നു എന്ന് കാണാൻ കഴിയും. ഓക്കെയാണ്. ഇനി നോക്കിയടാ, RRB ഗ്രൂപ്പ് ഡി കൽക്കട്ടയുടെ കട്ട് ഓഫ് 2019 പരിശോധിക്കുമ്പോൾ അന്ന് URന് 80 ആയിരുന്നു കൽക്കട്ട കട്ട് ഓഫ് ആയിട്ട് വന്നത് കേട്ടോ. 80 ആയിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നത്. ദെൻ അവിടെ OBC 71, SC 71, ST 55 എന്ന ക്രമത്തിലേക്ക് വന്നു. ദെൻ അതിനുശേഷം RRB മുംബൈ ആണ് പരിശോധിക്കുന്നത് എങ്കിൽ മുംബൈയിൽ 67 ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ക്ലിയർ ആണ്. അപ്പം അതായത് മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 3 RRBകളിൽ 10 മാർക്കിന്റെ ഡിഫറൻസ്. ചെന്നൈ 71 വന്നു, ദെൻ കൊൽക്കട്ട 80 വന്നു. അപ്പോൾ അവിടെ ഒരു 10 മാർക്കിന്റെ ഡിഫറൻസ് കാണാൻ കഴിയും. മുംബൈ 67 ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. ഇനി 2022ന്റെ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കിയേ. 2022 ചെന്നൈ എത്രയാണ് കട്ട് ഓഫ് വന്നത്? ചെന്നൈ 60 ആണ് കട്ട് ഓഫ്. നോർമലൈസ്ഡ് മാർക്കായിട്ട് UR അൺറിസർവ്ഡിന് 60 ആണ് കട്ട് ഓഫ് വന്നത്. 60.95, അതായത് അറൌണ്ട് 61 മാർക്കാണ് കട്ട് ഓഫ്. എന്ന് പറഞ്ഞാൽ 2019 71 കട്ട് ഓഫ് വരികയും 2022 എത്രയാണ്? 61 കട്ട് ഓഫ് വരികയുമാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ 71 കട്ട് ഓഫ് വന്നു, ഇവിടെ 61 ആണ്. 2022 എത്തിയപ്പോഴത്തേക്കും 62 ആണ് കട്ട് ഓഫ്. അതേപോലെ തന്നെ കൽക്കട്ട പരിശോധിച്ചാൽ 80 ആയിരുന്നു കട്ട് ഓഫ് അല്ലെ. 80 ആയിരുന്നു മുംബൈയുടെ കട്ട് ഓഫ് വന്നത്. ഓക്കെ അല്ലെ? മുംബൈയുടെ കട്ട് ഓഫ് അല്ല, കൽക്കട്ടയുടെ കട്ട് ഓഫ്. കൽക്കട്ടയുടെ കട്ട് ഓഫ് വന്നത് 80 ആയിരുന്നു. ഇവിടെ പരിശോധിക്കുകയാണെങ്കിലോ 69 ആയിരുന്നു കട്ട് ഓഫ് എന്ന് കാണാൻ കഴിയും. ക്ലിയർ അല്ലേ? ഇനി മുംബൈ ആണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ, മുംബൈ ആണെങ്കിൽ അവിടെ 67 ആയിരുന്നു കട്ട് ഓഫ്. 67 ആയിരുന്നു കട്ട് ഓഫ്. എന്നാൽ 2022 വരുമ്പോൾ മുംബൈയുടെ കട്ട് ഓഫ് എത്രയാണ്? 64 ആണ് കട്ട് ഓഫ് എന്ന് കാണാൻ കഴിയും. അതായത് 2019 ഉണ്ടായിരുന്ന കട്ട് ഓഫിനേക്കാൾ താഴെയാണ് 2022 കട്ട് ഓഫ് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കട്ട് ഓഫ് നിർണ്ണയിക്കുക, കട്ട് ഓഫ് എത്രയാണെന്ന് വരിക എന്നുള്ളത് പല കാര്യങ്ങൾ മാറ്റർ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് കട്ട് ഓഫ് വരിക. അതിനകത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരിക എന്നറിയാമോ? അതായത് കട്ട് ഓഫ് പറയുമ്പോൾ ഒന്ന്, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര വേക്കൻസി ഉണ്ട്. ദെൻ 2, എത്രത്തോളം ആപ്ലിക്കൻസ് ഉണ്ട്, എത്രത്തോളം ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ളത് മാറ്റർ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അങ്ങനെ പല കാര്യങ്ങളും മാറ്റർ ചെയ്യുന്നു. എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു, നോർമലൈസേഷൻ വരുമ്പോൾ എത്രത്തോളം സ്റ്റേജസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. 2019 ഏതാണ്ട് 60,000-ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. അന്ന് ചെന്നൈയിൽ 71 ആണ് കട്ട് ഓഫ്. അതായത് മൊത്തത്തിൽ 60,000-ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. 2022 1,00,000-ലധികം വേക്കൻസി എന്തുണ്ടായിരുന്നു? 2022 ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, 1,00,000-ലധികം വേക്കൻസി. അന്ന് കട്ട് ഓഫ് എത്രയാണ്? 61. അതായത് കട്ട് ഓഫ് കുറയാനുണ്ടായ കാരണം അവിടെ വേക്കൻസികളുടെ എണ്ണം കൂടുതലായിരുന്നു. എന്നാൽ 2025
സിലബസിലേക്ക് വരുമ്പോഴത്തെ കാര്യം എന്താണ്? അവിടെ എത്രയാണ്? 32,000 പ്ലസ് ആണ്. ഇത് കൂടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. വേക്കൻസി കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ALP-യിലായിരിക്കട്ടെ, ടെക്നീഷ്യനിലായിരിക്കട്ടെ ഒക്കെ ഒരു റിവിഷൻ വേക്കൻസിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2025 ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി 32,000-ലധികമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ഓഫ് ഒരു ഇച്ചിരി കയറി വരുമെന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. പഠിക്കുക പഠിക്കുക പഠിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വരുമ്പോൾ ഈ കട്ട് ഓഫ് എത്ര കൂടിയാലും നിങ്ങളെ ഏശത്ത് പോലും ഇല്ല, നിങ്ങളെ എന്ത് ചെയ്തില്ല, അത് ബാധിക്കത്തില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. 2025 കട്ട് ഓഫ് ഇച്ചിരി കയറി വരുമെന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നോക്കിയേ നമ്മുടെ സിലബസ് എങ്ങനെയാണ്? 25 മാർക്ക് ജനറൽ സയൻസ് ആണ്. 25 മാർക്ക് ജനറൽ സയൻസ് ആണ്. ദെൻ മാത്തമാറ്റിക്സിൽ നിന്ന് 25 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻസ് ആണ് 25. ദെൻ ജനറൽ ഇന്റലിജൻസ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ ജനറൽ അവയർനെസ് കറണ്ട് അഫയർ ചേർത്തിട്ട് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ ആണ്. അപ്പൊ 25, 25, 30, 20 അങ്ങനെ 100 ചോദ്യങ്ങളാണ് എവിടെ വരിക? RRB ഗ്രൂപ്പ് ഡി CBT 1 എക്സാമിന്റെ സിലബസിലേക്ക് വരിക. ഒറ്റ എക്സാമേ ഉള്ളൂ, അല്ലെ? എക്സാം വരണേ ഉള്ളൂ. അപ്പൊ 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക. ഇനി അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിടാം. ജനറൽ സയൻസ് ആണെങ്കിൽ 25 ചോദ്യങ്ങൾ 25 മാർക്ക്, അതായത് 1 മാർക്ക് വീതം. ദെൻ മാത്തമാറ്റിക്സ് 25 ചോദ്യങ്ങൾ 25 മാർക്ക്. ദെൻ ജനറൽ ഇന്റലിജൻസ് ആണെങ്കിൽ 30 ചോദ്യങ്ങൾ 30 മാർക്ക്. ദെൻ ജനറൽ അവയർനെസ് ആണെങ്കിലോ 20 ചോദ്യങ്ങൾ 20 മാർക്ക്. അങ്ങനെ 100 ചോദ്യങ്ങൾക്കാകെ 100 മാർക്കിലാണ് എന്ത് നടക്കാൻ പോകുന്നത്? പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. 90 മിനിറ്റ് ആണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം. മക്കൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ജനറൽ സയൻസിൽ നിന്ന് 18+ വാങ്ങാനായിട്ട് കഴിയണം. ഓക്കെ, 18+ എന്ന് പറയുമ്പോൾ 18-20 മാർക്സ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ജനറൽ സയൻസിൽ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ദെൻ മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കും 25 ചോദ്യങ്ങളാണ് വരിക. അപ്പൊ 25 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് 20+ മാർക്ക്, അതായത് ഒരു 22 മാർക്ക് നിങ്ങൾ മാത്സിൽ നേടാനായിട്ട് ശ്രമിക്കുക. ദെൻ ജനറൽ ഇന്റലിജൻസ് ആണെങ്കിൽ 30 ചോദ്യങ്ങളുണ്ട്. അവിടെ ഒരു 25+ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ ആണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വാസ്റ്റ് ആണ്, അല്ലെ? കുറേ സബ്ജക്റ്റുകൾ ചേർന്നതാണ്. വളരെ പെരിഫറൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. കറണ്ട് അഫയർ നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് എത്ര വാങ്ങാനായിട്ട് കഴിയും? 15+, ഒരു 13 മുതൽ 15 വരെ കേട്ടോ. 13 മുതൽ 15 വരെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയാണ് എങ്കിൽ ഓക്കെ, 20 മാർക്ക് ജനറൽ സയൻസിൽ നിന്നും, ദെൻ മാത്തമാറ്റിക്സിൽ നിന്ന് 20 മാർക്കും, ദെൻ ജനറൽ ഇന്റലിജൻസ് ആണെങ്കിൽ ഒരു 25 മാർക്കും, ദെൻ നമ്മുടെ ജനറൽ അവയർനെസ് ആണെങ്കിൽ 15 മാർക്കും. അങ്ങനെ ആകെ നോക്കുകയാണെങ്കിൽ 30, ദെൻ 40, 50, 60, 70, 80 മാർക്ക് വരും. ഓക്കെ, 80 മാർക്ക് വരും. ഈ 80 മാർക്ക് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു അറ്റ്മോസ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ കാണുക. ദെൻ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള മാർക്ക് കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 75 to 80 മാർക്ക് നിങ്ങളുടെ കയ്യിൽ സേഫ് ആക്കാനായിട്ട് ശ്രമിക്കാം. 75+ മാർക്കിലേക്ക് നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കണം. 75+ മാർക്ക് എന്ന് പറയുമ്പോൾ അത് 75 മാർക്ക് എന്നുള്ളൊരു ലെവലിലല്ല, 80നോട് അടുത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകണം. ഓക്കെ, 80നോട് അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകണം. റിസർവേഷൻ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ മാർക്കിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. EWS ആണെങ്കിൽ ഇവിടെ നോക്കിയിടാം. 2022 EWSന്റെ കാര്യം നോക്കി. നോർമലൈസ്ഡ് മാർക്ക് ചെന്നൈയിൽ 60 വന്നപ്പോൾ EWS എത്ര മാർക്കേ ഉള്ളൂ? 40 മാർക്കേ ഉള്ളൂ. അപ്പൊ EWS എന്താണ്, വളരെയധികം താഴേക്ക് മാർക്ക് പോകാനുള്ള സാധ്യതയുണ്ട് EWS കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ. ദെൻ മുംബൈ ആണെങ്കിൽ നോക്കിയേ, 64 മാർക്കായിരുന്നു. 64 മാർക്ക് യുആറിന് വന്നപ്പോ EWSന് 40 മാർക്ക്. ക്ലിയർ അല്ലേ? ദെൻ കൊൽക്കത്ത 69 വന്നപ്പോൾ 50 മാർക്കാണ് EWS. അപ്പോൾ ഒരു 20 മാർക്കിന്റെയോളം ഡിഫറൻസ്, അല്ലെ, 20 മാർക്കിന്റെയോളം ഡിഫറൻസ് കൃത്യമായിട്ട് EWSനുണ്ട്. ഇനി മറ്റുള്ള റിസർവേഷൻ കാറ്റഗറിയിലും സെയിം ഇഫക്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ റിസർവേഷൻ കാറ്റഗറി ഉള്ള ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് കുറച്ച് വന്നാൽ ലിസ്റ്റിൽ എത്തും. പക്ഷേ UR ആണ് എങ്കിൽ, അൺറിസർവ്ഡ് ആണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 75+ നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിയിരിക്കണം കേട്ടോ. മാർക്ക് റേഞ്ച് 75+ എന്ന് പറയുമ്പോൾ 85 മാർക്ക് വരെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ സ്കോപ്പ് ഉണ്ടാവണം. 75, 85 എന്നുള്ള റേഞ്ച് ഉണ്ടാവണം. 80 നമുക്കൊരു ആവറേജ് എടുത്താൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനത്തെ കൊണ്ടുപോകണം. അങ്ങനെ ഓരോ സബ്ജക്റ്റും ശക്തമായിട്ട് പഠിക്കുക. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൺസിസ്റ്റന്റ് ആയി
പഠിച്ചുകൊണ്ടേയിരിക്കാം. കൺസിസ്റ്റൻസി മേക്സ് വൺ പെർഫെക്റ്റ് എന്നാണ്, അല്ലെങ്കിൽ പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ് എന്നാണ്. മാത്സ്, ഇന്റലിജൻസ് റീജിയൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ കോഴ്സസിലൊക്കെ അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ക്ലാസ്സസ് തരുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ സമയമില്ല. അപ്പോൾ നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ വേണ്ടി പ്യുവർ ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റെക്കോർഡഡ് സെഷൻസിലൂടെ തരിക. പ്യുവർ ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിനിടയ്ക്ക് ഒരു ഡിസ്കഷനും വരത്തില്ല, ഒരു ഇന്റർവെൻഷനും വരത്തില്ല. കൃത്യമായിട്ടുള്ള കണ്ടന്റ് ഓരോ സബ്ജക്റ്റിന്റെയും നിങ്ങൾക്ക് കിട്ടുകയാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ വീഡിയോ ആണെങ്കിൽ അത് പ്യുവർ ആയിട്ട് കണ്ടന്റ് ആയിരിക്കും, അല്ലാതെ അതിനിടയ്ക്ക് ഒരു ഡിസ്കഷനും പോകില്ല. അപ്പൊ ലൈവ് സെഷൻസ് നമ്മൾ അതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്. ഓക്കെ, അപ്പൊ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഒരു ദിവസം 2, 3, 4 ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിയിട്ട് അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ, നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററുകൾ തീരുമ്പോഴും, ഇപ്പൊ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തീർന്നാൽ ആ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരു 10-15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്ത് നോക്കാനായിട്ട് കിട്ടും. ഇനി ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്സിലെ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഓക്കെ, ഒരു 4-5 വീഡിയോസ് കാണും, ചിലപ്പോൾ ക്ലാസ്സസ് കാണും. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു 10-15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കിട്ടും. ഇത് കൂടാതെ നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റുകൾ കിട്ടും. ഓക്കെ, വീക്ക്ലി ടെസ്റ്റുകൾ എന്താ? വീക്ക്ലി ടെസ്റ്റിന്റെ പ്രാധാന്യം, ആ ഒരാഴ്ചയിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ചതുമായി ബന്ധപ്പെട്ട് വരുന്ന 100 മാർക്കിന്റെ MCQ ടെസ്റ്റ് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരാഴ്ചയിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഓക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചു, നിങ്ങൾ മറ്റേ ഇന്റലിജൻസിനകത്തിലെ വെൻ ഡയഗ്രം പഠിച്ചു എന്ന് വിചാരിക്കാം. ദെൻ GK-ക്കകത്തിലേക്ക് വരുമ്പോൾ GK-യിൽ നാഷണൽ ഇൻകം പഠിച്ചു, കോൺസ്റ്റന്റ് അസംബ്ലി പഠിച്ചു, അല്ലെങ്കിൽ ജോഗ്രഫിയിൽ എർത്തിന്റെ സ്ട്രക്ചർ പഠിച്ചു. ദെൻ അതേപോലെ തന്നെ നിങ്ങൾ GS-ലേക്ക് വരുമ്പോൾ, സയൻസ് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ വൈറ്റമിൻസിനെ കുറിച്ച് പഠിച്ചു, രോഗങ്ങളെ കുറിച്ച് പഠിച്ചു, കെമിസ്ട്രിയിൽ ആറ്റത്തെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ആ ഒരാഴ്ചയിൽ എന്ത് പഠിച്ചോ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന 100 മാർക്കിന്റെ കറക്റ്റ് എക്സാം മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എവിടെ കിട്ടുമെടാ? CBT മോഡലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. ക്ലിയർ ആണ്? ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് മിഡ് ടേം എക്സാമ്പിളുകൾ കാണും. ഒരു നിശ്ചിതമായ ഇടവേളകളിൽ 100 മാർക്കിന്റെ മിഡ് ടേം എക്സാമ്പിളുകൾ അതുവരെ പഠിച്ച മുഴുവൻ ടോപ്പിക്കും വെച്ചുകൊണ്ട് കാണും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് കഴിയും. ഇത് കൂടാതെ നിങ്ങളൊന്ന് വീണുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് കൃത്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് മെന്റർഷിപ്പ് കിട്ടും. ഇനി ഇത് കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ലൈവ് സെഷനുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ലൈവ് സെഷൻസ്, അതായത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകളാണ്. അവിടെയാണ് നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് കാണും, മറ്റ് എക്സാമുകൾക്ക് വന്ന ചോദ്യങ്ങൾ കാണും. അങ്ങനെ ചോദ്യങ്ങൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഒരു ലെവലിലേക്ക് എത്തും. അപ്പൊ കൃത്യമായിട്ടുള്ള ഇടവേളകൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിന്റെയും ലൈവ് സെഷൻസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടി. അപ്പൊ നമ്മുടെ ഒരു ബാച്ച് നിലവിലെ റണ്ണിംഗ് ആണ്, സൂപ്പർ സക്സസ് ബാച്ച്. RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് റണ്ണിംഗ് ആണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിലും മലയാളത്തിൽ വേണമെങ്കിലും, അതായത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കിട്ടും മലയാളത്തിലും കിട്ടും കേട്ടോ. ക്ലാസ്സുകൾ ഇംഗ്ലീഷിലും കിട്ടും മലയാളത്തിലും കിട്ടും. ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുക, മലയാളമാണ് ഫോളോ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ മലയാളം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും എന്നുള്ളത് പ്രത്യേകതയാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും, നോട്ട്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും. അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഒരടിപൊളി ബാച്ച് ആയിരിക്കും സൂപ്പർ ബാച്ച്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഓക്കെ, 8281223366 ഒന്നെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ 6238208854 ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടുക. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓർക്കുക, വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് വിമൻസിന് ഓഫർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഓഫർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാം. അത് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുന്നത് വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അതായത് മാർച്ച് 8 ഇന്ന് മാത്രമാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നും കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതും കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. ഓക്കെ, അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. സെറ്റാണ്. അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.